അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കണ്ടു. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ആയിട്ട് നമ്മൾ ആ ഒരു സാമ്പിൾ പ്രോജക്റ്റ് റൺ ആയിട്ടാണെന്ന് വിചാരിക്കുന്നത്. അത് ശരിയായിട്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാളേഷൻ സെറ്റ് ആക്കുക, അതിന് ശേഷം ഇത് കാണാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു ഫ്ലട്ടർ പ്രോജക്റ്റ് എങ്ങനെ VS കോഡിനകത്ത് നിന്ന് തുടങ്ങാൻ നോക്കാം, സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ VS കോഡിനകത്ത് നിന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എക്സ്റ്റൻഷൻസ്, ഫ്ലട്ടറിൻ്റെ ഒരു എക്സ്റ്റൻഷന് മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ ഒരു ഫ്ലട്ടർ കോഡ് സ്നിപ്പെറ്റ്സ് എന്നുള്ള എക്സ്റ്റൻഷൻ ഉണ്ട്, അത് നിർബന്ധമില്ല, പക്ഷേ ഫ്ലട്ടറിൻ്റെ എക്സ്റ്റൻഷൻ നിർബന്ധമായിട്ട് വേണം. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം Ctrl+Shift+P അടിക്കാം. എന്നിട്ട് ഫ്ലട്ടർ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഈ ഒരു കമാൻഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ഹോം ഫോൾഡറിനകത്ത് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട്, ഞാനിപ്പോൾ ഇവിടെ ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൊണ്ടുപോയിട്ട് സേവ് ചെയ്യാം. ഞാൻ എന്നിട്ട് സെലക്ട് ഫോൾഡർ കൊടുത്തു. അതിനുശേഷം നമ്മൾ ആപ്പിനൊരു പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്. ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തിട്ട് ഇവിടെ കോഡ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട, എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പൈത്തണിൽ ചെയ്തിട്ടുണ്ടാവും, ജാവാസ്ക്രിപ്റ്റിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതൊക്കെ പ്രോഗ്രാമുകളാണ്. പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫയലേ കാണുള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ ആപ്ലിക്കേഷനാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഗ്രാം അല്ല, സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ആകുന്ന സമയത്ത് സോഫ്റ്റ്വെയറിന് ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. അതായത് കോഡ് മാത്രമല്ല, എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ആപ്പിനകത്ത് ഒരുപാട് സാധനങ്ങൾ, ഐക്കൺസ് ഉണ്ട്, പിന്നെ വിഷ്വൽസ് ഉണ്ട്, ഓഡിയോ ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഈ സാധനങ്ങളെല്ലാം കോഡ് തന്നെ അയക്കണം എന്നില്ല. അപ്പം കോഡല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഫ്ലട്ടറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലട്ടറിൽ കോഡ് ചെയ്യുക. അപ്പം കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റ കോഡ് ബേസിൽ തന്നെ ആൻഡ്രോയിഡിനും iOS-നും വിൻഡോസിനും മാക്OS-നും ലിനക്സിനും വെബിനും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഒക്കെ സാധനങ്ങളും ഇതിനകത്ത് വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഓരോന്ന് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാർട്ട് ടൂൾ എന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും ഒരു ഹിഡൻ ഫോൾഡറാണ്. ഇത് നമ്മൾ തൊടേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഡാർട്ട് എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ലാംഗ്വേജിനകത്ത് നമ്മൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് ഡാർട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോൾഡറാണ്. അത് നിങ്ങൾ മൈൻഡ് ആക്കണം, നമ്മൾ ഇതൊന്നും തൊടില്ല. .idea എന്നുള്ളത് ഇന്റലിജെ പോലത്തെ എഡിറ്റേഴ്സിന്റെ, അതായത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒക്കെ അതിന്റെ ടെമ്പററി ആയിട്ടുള്ള ഫയൽസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഫോൾഡറാണ്. ഇത് നമ്മൾ രണ്ടും മൈൻഡ് ആക്കണം. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുകയില്ല. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ആൻഡ്രോയിഡ്, iOS, ലിനക്സ്, macOS, വെബ്, വിൻഡോസ്. അതായത് ഇത്രയും പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ആൻഡ്രോയിഡ് ഉണ്ട്, iOS ഉണ്ട്, ലിനക്സ് ഉണ്ട്, മാക് ഉണ്ട്, വെബ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്. ഇതൊക്കെ പ്ലാറ്റ്ഫോമുകളാണ്. അപ്പം ആൻഡ്രോയിഡിൽ ആപ്പ് ഉണ്ടാക്കണ പോലെയല്ല iOS-ൽ ആപ്പ് ഉണ്ടാക്കുക. അപ്പോൾ നാറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡിൽ ജാവയും കോട്ട്ലിനും വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക. ഇനി iOS-ലാണെങ്കിലോ iOS-ൽ സ്വിഫ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ വിൻഡോസിലാണെങ്കിലോ വിൻഡോസിൽ നമ്മൾ C# ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡിനാണെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉണ്ട്, iOS-നാണെങ്കിൽ Xcode ഉണ്ട്. അപ്പം അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമിനും അതിൻ്റെതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് ആപ്പ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഓരോ ഫോൾഡറിനകത്തുള്ളത്. അപ്പം ആൻഡ്രോയിഡിനകത്ത് ആൻഡ്രോയിഡിൻ്റെ കുറച്ച് കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പം iOS-നകത്ത് iOS-ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും, വിൻഡോസിനകത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും, macOS-നകത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും, ലിനക്സിനകത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ എനിക്ക് ആൻഡ്രോയിഡ് ആപ്പ്, ഇപ്പോൾ ഫ്ലട്ടറിൽ നമ്മൾ ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ടാക്കും, iOS ആപ്പ് ഉണ്ടാക്കും, വിൻഡോസും എല്ലാം ഉണ്ടാക്കുമല്ലോ. അപ്പം ആൻഡ്രോയിഡ് ആപ്പിൻ്റെ ഐക്കൺ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോൾഡറിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ഐക്കൺ ചേഞ്ച് ചെയ്യുക. ആൻഡ്രോയിഡ് ആപ്പ് SRC-ൽ, മെയിനിൽ, RAS-ൽ ഇതിലാണ് നമ്മൾ ആൻഡ്രോയിഡ് ഐക്കൺ. സാധാരണ നിങ്ങൾ ആൻഡ്രോയിഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ട് പരിചയമുള്ള സാധനങ്ങളായിരിക്കും. അപ്പം അങ്ങനെ ഓരോന്നിനുണ്ട് കേട്ടോ. iOS-നാണെങ്കിൽ ഉണ്ട്, പിന്നെ വെബിൽ നോക്കുകയാണെങ്കിലും ഉണ്ടോ HTML ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഓരോ പ്ലാറ്റ്ഫോമിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫയൽസ് കാര്യങ്ങൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരുള്ള ഫോൾഡറിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 2 ഫോൾഡർ എക്സ്ട്രാ ഉള്ളത് ഇത് മൈൻഡ് ആക്കണമെന്ന് പറഞ്ഞു. അതായത് ഡാട്ടോളും .idയും 2 ഡോട്ട് തുടങ്ങുന്ന സാധനങ്ങൾ സാധാരണ നമുക്കുള്ളതല്ല, അത് ജനറേറ്റർ ആയിട്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടെന്നുള്ള സാധനങ്ങളാണ്. പിന്നുള്ളത് ആൻഡ്രോയിഡ്, iOS, macOS, വെബ്, വിൻഡോസ്, ലിനക്സ്, അതത് പ്ലാറ്റ്ഫോമിൻ്റെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു. പിന്നുള്ളത് ടെസ്റ്റ് എന്നുള്ളൊരു ഫോൾഡറാണ്. അതായത് നിങ്ങൾ ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മൾ വലിയ കമ്പനീസിലൊക്കെ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് എന്ന് വിളിക്കും. അതായത് നമ്മൾ ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ടെസ്റ്റ് ആദ്യം എഴുതും, എന്നിട്ട് സാധനം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത സാധനം
എക്സ്പെക്ട് ചെയ്ത പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണിത്. അത് നമുക്ക് ഫ്ലട്ടറിൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മൾ ടെസ്റ്റ് കേസുകൾ എഴുതാനുള്ള ഒരു ഫോൾഡറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് ഫോൾഡർ ലിബ് എന്നുള്ള ഫോൾഡറാണ്. ഈ ലിബാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോൾഡർ. അതായത് ലിബ് ഇൻ ദ സെൻസ് ലൈബ്രറി എന്ന് വിളിക്കും. ഇതിനകത്താണ് നമ്മളെ പ്രൊജക്റ്റിന്റെ അപ്ലിക്കേഷൻ കോഡ് കിടക്കുന്നത്. അതായത് ഡാർട്ട് ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന കോഡ് ഈ ലിബ് എന്നുള്ള ഫോൾഡറിനകത്താണ് ഉണ്ടാവുക. അപ്പോൾ ലിബിൽ ഇപ്പം ഡീഫോൾട്ട് ആയിട്ട് ഒരു മെയിൻ ഡോട്ട് ഡാർട്ട് ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ കോഡ് ഉണ്ട്. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡീഫോൾട്ട് ആയിട്ടുള്ളൊരു ഫോൾഡറാണ്. അതിനകത്ത് മെയിൻ ഡോട്ട് ഡാർട്ട് എന്നുള്ള ഫയലിനകത്താണ് നമ്മൾ ആപ്പിന്റെ കോഡ് ഉണ്ടാവുക. അപ്പോൾ ഈ പേര് നിർബന്ധമാണ് കേട്ടോ. അതായത് ഇവിടെ തേങ്ങ ഡോട്ട് ഡാർട്ട് എന്ന് കൊടുക്കാൻ പറ്റില്ല, മെയിൻ ഡോട്ട് ഡാർട്ട് കൊടുക്കണം. അതിന്റെ റീസൺ എന്താ വെച്ചാൽ നമ്മളൊരു ആപ്പ് റൺ ചെയ്യുന്ന സമയത്ത് ഫ്ലട്ടർ റൺ ചെയ്യുക ഈ മെയിൻ ഡോട്ട് ഡാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിനകത്തുള്ള മെയിൻ എന്നുള്ള ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പം പേടിക്കൊന്നും വേണ്ട. അപ്പം നമ്മുടെ ഫോൾഡറിൻ്റെ അകത്തുള്ള സബ് ഫോൾഡേഴ്സ് ഓരോന്ന് പറഞ്ഞു. അതായത് ഓരോ പ്ലാറ്റ്ഫോമിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഫോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ടെസ്റ്റ് ഫോൾഡർ ഉണ്ട്. ടെസ്റ്റ് എന്തിനാന്ന് വെച്ചാൽ ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ലിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലാണ് നമ്മുടെ കോഡ് കിടക്കുന്നത്, ആക്ച്വലായിട്ട് നമ്മളെ കോഡ് കിടക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് കുറച്ച് എക്സ്ട്രാ ഫയൽസ് ഉണ്ട്. ഒന്നാമത്തത് ഡോട്ട് ഗിറ്റ് ഇഗ്നോർ ആണ്. ഗിറ്റ് ഇഗ്നോർ നമ്മൾ ചില പ്രൊജക്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ചില ഫയലുകൾ നമ്മൾ ഗിറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് വേർഷൻ ട്രാക്കിംഗ് അല്ലെങ്കിൽ വേർഷൻ കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചില ഫയലുകൾ ഗിറ്റിലേക്ക് കയറാൻ പാടില്ല. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഇത് ബിൽഡ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ബിൽഡിന്റെ ഫോൾഡർ ഉണ്ടായി വരും. ആ ഫോൾഡർ നമുക്ക് ഗിറ്റിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അത് ഒരുപാട് സൈസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേർഷൻ കൺട്രോളിൽ ശരിക്കും പറഞ്ഞാൽ ബൈനറി ഫയൽസ് പറ്റില്ല. അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫയൽസ് ഇഗ്നോർ ചെയ്യാനുള്ള ഫയൽസ്, വേണ്ടാത്ത ഫയലുകൾ ഉണ്ടോ, ബിൽഡ് എന്നുള്ള ഫോൾഡർ വേണ്ട, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അങ്ങോട്ട് കയറണ്ട എന്നുള്ളത്, അതായത് ഗിറ്റിലോട്ട് കയറണ്ട എന്നുള്ളത് പറയാനുള്ളതാണ് ഗിറ്റ് ഇഗ്നോർ. ഇത് പല പ്രൊജക്റ്റുകളിലും, ഫ്ലട്ടറിൽ മാത്രമൊന്നുമല്ല, ഏകദേശം എല്ലാ പ്രൊജക്റ്റുകളിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നുള്ളതാണ് മെറ്റഡാറ്റ. മെറ്റഡാറ്റ എന്ന് വെച്ചാൽ ഡാറ്റ അബൌട്ട് ഡാറ്റ എന്ന് വെച്ചാൽ ഇതിൽ നമ്മളെ പ്രൊജക്റ്റിനെ പറ്റിയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് മെറ്റഡാറ്റ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. പിന്നുള്ളത് അനാലിസിസ് ഓപ്ഷൻസ് ഡോട്ട് യാമൽ അല്ലെ YAML. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളെ കോഡിനകത്ത് ചിലപ്പോൾ നമ്മൾ ചില കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ലിൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ് ഉണ്ട്. ലിൻഡിങ് എന്ന് വെച്ചാൽ നമ്മളെ കോഡിന് സ്റ്റാൻഡേർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാവരും ഒരേ ഒരു സ്റ്റൈലിൽ കോഡ് എഴുതണം. അതായത് എല്ലാവരും ഡബിൾ കോഡ്സ് യൂസ് ചെയ്യണം, എല്ലാവരും ഇത്ര സ്പേസ് ഇടണം, അങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ആ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈ ചെയ്യുന്ന സാധനത്തിന് നമ്മൾ ലിൻഡർ എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ നമ്മളെ കോഡിന്റെ സ്റ്റാൻഡേർഡ്സ്, കോഡ് ഇങ്ങനെ ആയിരിക്കണം എന്ന് റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് ആണ് നമ്മൾ ലിൻഡർ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഫയലാണ്. ഇത് നമ്മൾ ഇനീഷ്യലി നമുക്ക് ആവശ്യമൊന്നുമില്ല. പിന്നുള്ളത് .iml ആണ്. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ പേര് .iml ഫയൽ. ഈ ഫയൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നമ്മൾ ഇന്റലിജ എന്ന് പറഞ്ഞിട്ടുള്ള ID ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നുള്ളത് pubspec.yaml pubspec.locക്കും. അപ്പം നമ്മൾ നോഡിന്റെ പ്രോജക്റ്റുകളൊക്കെ ഉപയോഗിച്ച് നമുക്കറിയാം package.json package.loc ഫയലുണ്ട്. അതേപോലെ തന്നെയാണ് ഈ YAML ഫയലും അതിന്റെ ലോക്ക് ഫയലും. YAML ഫയൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ pubspec.yaml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊജക്റ്റിനകത്ത് അല്ലെങ്കിൽ നമ്മളെ ആപ്ലിക്കേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യും, വേറെ ആൾക്കാരുടെ കോഡ് ഉപയോഗിക്കാൻ തുടങ്ങും. അതായത് നമ്മൾ അതിനെ പാക്കേജുകൾ എന്നൊക്കെ വിളിക്കും. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡാറ്റാബേസ് വേണമെന്ന് വിചാരിച്ചു. അപ്പം ഡാറ്റാബേസ് ഇപ്പോൾ SQLite എന്നുള്ളൊരു ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് സാധാരണ pubspec.yaml ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻസീസ് നമ്മൾ അതിനെ വിളിക്കാം. അപ്പോൾ ഡിപ്പെൻഡൻസീസിനകത്ത് ഇപ്പം ഡീഫോൾട്ട് ആയിട്ട് ഫ്ലട്ടർ ഉണ്ടാവും. പിന്നെ ഇത് കുപ്പർട്ടിനോ ഐക്കൺസ് നമ്മൾ iOS-ൽ ഐക്കൺസിനുള്ളതാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഡിപ്പെൻഡൻസീസ് ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ ഡിപ്പെൻഡൻസീസ് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജുകൾ, ഐക്കൺസ്, ഫോണ്ട് ഒക്കെ ഈ ഒരു ഫയലിനകത്താണ് കൊടുക്കുക. പിന്നെ ഒരു readme.md ഫയൽ, ഇത് നമ്മൾ ഗിറ്റിനകത്തോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇത് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോൾഡേഴ്സ് ഉണ്ടാവും. എന്തൊക്കെ ഫോൾഡേഴ്സ് ഉണ്ടാവും? ഓരോ പ്ലാറ്റ്ഫോമിന് ആവശ്യമായിട്ടുള്ള ഫോൾഡർ, ആൻഡ്രോയിഡ്, iOS, ലിനക്സ്, MacOS, വെബ്, വിൻഡോസ് ഫോൾഡർ ഉണ്ടാവും. പിന്നെ ഒരു ടെസ്റ്റ് ഫോൾഡർ ഉണ്ട്. അത് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് തൊടില്ല. ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റിലാണ് നമ്മളത് നോക്കുക. പിന്നെ ലിബ് എന്നുള്ള ഫോൾഡറിനകത്താണ് നമ്മളെ കോഡ് കാര്യമായിട്ട് ഉണ്ടാവുക. പിന്നെ ഗിറ്റ് ഇഗ്നോർ മെറ്റഡാറ്റ നമുക്ക് തൊടേണ്ട ആവശ്യമില്ല. അനാലിസിസ് ഓപ്ഷൻസ് നമ്മളെ ലിൻഡറിന്, അതായത് നമ്മളെ കോഡിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ ഒരു IML ഫയൽ, അതും ആവശ്യമില്ല. അത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പോലത്തെ IDs യൂസ് ചെയ്യുന്നതാണ്, ഇന്റലിജ IDs യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കാര്യമായിട്ട് കാണുന്ന ഒരു സാധനം pubspec.yaml ആണ്. നമ്മൾ പ്രൊജക്റ്റിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളെ പ്രൊജക്റ്റിനകത്ത് വേറെ പാക്കേജുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കൊടുക്കുന്ന ഡിപ്പെൻഡൻസീസിനെ കൊടുക്കുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല, അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക,
നമ്മൾ ഐക്കൺസ്, ഇമേജസ്, ഫോണ്ടൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫ്ലട്ടർ പ്രോജക്റ്റ് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡിന് മാത്രമാണ് ആപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നത്, iOS-ഉം മാക്കും വെബും വിൻഡോസും ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൾഡേഴ്സ് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഫ്യൂച്ചറിൽ ആ ഒരു സാധനത്തിന് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതവിടെ വെച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്ലാറ്റ്ഫോംസിൻ്റെ ഫോൾഡേഴ്സ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഈ ലിബിനകത്താണ് നമ്മളെ സോഴ്സ് കോഡ് ഉണ്ടാവുക. ഇനീഷ്യലി main.dart ആണ് നമ്മളെ ആപ്പിൻ്റെ എൻട്രി പോയിന്റ്. അതായത് ഈ ഒരു ഫയലിനെയാണ് നമ്മൾ ഡാർട്ട് കമ്പൈൽ ചെയ്തിട്ട് ഫ്ലട്ടർ ആപ്പായിട്ട് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം കേട്ടോ.